ഒരു ശരാശരി വീട്ടിലെ പെൺകുട്ടി പുറത്തിറങ്ങുകയാണെങ്കിലും ഒരറയി സാധനം തേക്കണം എന്നാണ് നിയമം ഇന്ന്. വലിയ പണക്കാരൊന്നാവണ്ട. പെൺകുട്ടി എന്ന് പറയാൻ പറ്റിയാൽ വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആൺകുട്ടി എന്നും കൂടി പറയാം. പക്ഷെ അത് സത്യമല്ല. പക്ഷെ പെൺകുട്ടി എന്ന് പറയാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ആൺകുട്ടി എന്ന് പറയാം. മുസ്ലിം പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കണ ഖബറാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ചിട്ട് വീട്ടിലൊക്കെ ഒന്ന് അതുങ്ങി ഉടങ്ങണം, ദിക്റ് ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാ എന്താ പുകില്, മരിക്കോളം നിരാഹാരാന്നും പറഞ്ഞാണ്ട് പോവുക. 2 മണിക്കൂർ വിശന്നപ്പോ എല്ലാ നിരാഹാരം അവസാനിച്ചിട്ട് റിവേഴ്സ് അടിക്കുക. വേണമെങ്കിൽ ഞാൻ പറയട്ടോ, പെൺകുട്ടിക്ക് പകരം ഒരു ആൺകുട്ടി എന്നും കൂടി പറഞ്ഞാലേ സംതൃപ്തി ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ആദ്യം ഒന്ന് പൊട്ടിടണം മുഖത്താകെ, ഈ പെയിന്റ് അടിക്കണേന് മുമ്പ് ചെയ്യണത്. അത് മിനുസാൻ വേണ്ടിയിട്ട് സ്പ്രേ അടിക്കണം, അതിന് തിളക്കാൻ കിട്ടാൻ വേറെ സാധനം തേക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ പെയിന്റ് അടിക്കണം, ഇവിടെ വേറെ പെയിന്റ് അടിക്കണം. ഈ ചുണ്ടുമ്പ തേക്കണ സാധനത്തിൽ മെർക്കുറി ഉണ്ട് എന്നാണ്. മെർക്കുറിയുടെ 1 മില്ലിഗ്രാം ഉള്ളിൽ പോകണ്ട, ഒരു മൈക്രോ മില്ലിഗ്രാം ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ കിഡ്നി അടിച്ചു പോകുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കിഡ്നി പോയിട്ടുള്ളത് മലപ്പുറത്താണെന്നാണ് കണക്ക്. അല്ലാഹു ആലം, അതിന്റെ ഒതന്റിസിറ്റി ഒന്നും എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ചുണ്ടുമ്പ തേക്കണത് ഇവിടെ തന്നെയാണെന്ന് തോന്നാറുണ്ട്. അപ്പൊ ചുണ്ടുമ്പൊക്കെ നോക്കിക്കണോ, നിഷ്കാലാക്കാൻ വരണ്ട, അടിയിൽ ഇങ്ങനെ ഈ കമന്റ് എഴുതാൻ നിൽക്കണ്ട. അതൊക്കെ നോക്കിയില്ലെങ്കിലും കുറെ മാർഗങ്ങളിലൂടെ അറിയാൻ പറ്റും. അത് സംബന്ധമായ ഡോക്ടേഴ്സിന്റെ പ്രസംഗം അത് കേട്ടാ മതി. ഞാൻ ഖബറിനെ കുറിച്ച് പറയാറുണ്ട്, അവിടെ പോയി വന്നിട്ടൊന്നുമില്ല. സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പറയാറുണ്ട്, ഇതുവരെ അവിടെ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടില്ലേ, അപ്പൊ അത് പറ്റുമോന്ന്. ഞാൻ ചെയ്തു അല്ലെങ്കിൽ വേറെ ആള് ചെയ്തു അത് എഴുതിയിട്ട് ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇങ്ങനൊരു കെട്ടകാലം. ഈ ഒരു ഇത്തിരി മെർക്കുറി ഉള്ളിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കിഡ്നി പോകുന്നതാണ്. ഇങ്ങനെ ഫുള്ള് തേക്കണം. എന്നിട്ട് അതൊക്കെ എങ്ങടെ പോണത്? വല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കളറൊന്നാട് ചേഞ്ച് ചെയ്തോ, എന്നാ പിന്നെ ഒളിഞ്ഞിന്നാണ്ട് പിന്നെയും തേക്കണം. അതിന് ചെറിയൊരു ബാഗിൽ കുറ്റി കൊണ്ടിടക്കണം. അതിൽ ഇഷ്ടം പോലെ ഫംഗസ് ഉണ്ടെന്ന് തേച്ചിട്ട് അങ്ങനെ വെക്കുകയാണ്. ഈ ഉമനീരും ചുണ്ടുമത്തെ കളറും അങ്ങനെ വെക്കുകയാണ്. അത് കഴുകി കളയുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ സംഭവം വന്നാൽ സ്വാഭാവികമായിട്ടും ഫംഗസ്, ബാക്ടീരിയ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? തഴവ ഖബറിനെ പറ്റി പറയണത് പോലെ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതില്ല. ഒരു സമരം നടത്തൂലേ, പിന്നെ അതന്നെ എടുത്ത് പിന്നെയും തേക്കണത്. അങ്ങനത്തെ ചില പരിശോധനാ ഫലങ്ങളുണ്ട്. ഈ ചുണ്ടുമ്പ തേക്കണ സാധനത്തിന്റെ മൊന നല്ല ഈ മൈക്രോസ്കോപ്പിലൊക്കെ വെച്ചിട്ട് പരിശോധിക്കുമ്പോ ഇങ്ങനെ നുഞ്ഞണീന്റെ ഫോട്ടം കാണുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ കാണൂല, കണ്ണടച്ചാലും കാണൂലേ. ഇത് തേക്കണ്ടെന്ന് പറയലിന്റെ ആത്മീയത തൽക്കാലം മാറ്റിവെക്കുക. ഈ ശാസ്ത്രം ഓർത്തിട്ടെങ്കിലും ഒന്ന് നല്ലോണം നടക്കണ്ടേ? അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കണുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്കും പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സുജൂദിലേക്കാണ് പോകുന്നു. സുജൂദിലേക്ക് പോകുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? പടച്ച റബ്ബ് ഖുർആനിൽ സൂറത്ത് ത്വാഹയുടെ 55 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു സംഗതി ഉണ്ട്. മിൻഹാ ഖലഖ്നാ